Praise the Lord. Hallelujah. 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 നമുക്കെല്ലാവർക്കും ഒത്തിരി മോഹങ്ങളുള്ളവരാണ്. മോഹമില്ലാത്ത മനുഷ്യര് സാധാരണ രീതിയിൽ ലോകത്തിൽ ഉണ്ടാകുകയില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുവാനും ആലോചിക്കുവാനും കഴിവില്ലാത്ത വ്യക്തികൾക്കാണ് മോഹമില്ലാത്തത്. അപ്പോൾ നമ്മുടെ മോഹങ്ങൾ പലപ്പോഴും നമ്മുടെ ഉയർച്ചയ്ക്ക് ഉതകുന്നതാകണമെന്നില്ല. പല മോഹങ്ങളും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ മോഹങ്ങളെ താലോലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കും. ആ മോഹങ്ങളിലൂടെ കിട്ടുന്ന സുഖങ്ങൾ ശരീരത്തിലും മനസ്സിലുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടും നമ്മളിലും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ പ്രത്യേകിച്ചും നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്നലെ വിഭൂതി തിരുനാളിൽ നമ്മൾ നെറ്റിയിൽ ചാരം പൂശി നോമ്പിന്റെ ആരംഭം കുറിച്ചു. അപ്പോൾ നമ്മളിൽ പലരും പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ഈ 50 ദിവസം ഞാൻ ഈ പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് പലരും അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രധാനപ്പെട്ട പല വസ്തുക്കളും പല ആഗ്രഹങ്ങളും പല ചെയ്തികളും പല വാക്കുകളും പല പ്രവൃത്തികളും വേണ്ട എന്ന് തീരുമാനിച്ച് നോമ്പിന്റെ ആദ്യത്തെ പടി എടുത്ത് മുന്നോട്ട് കയറി വന്നവരാണ് നമ്മൾ ചിലര്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഈ ത്യജിക്കല് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവിനോടോ ഭക്ഷണത്തോടോ ഏതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഭാവത്തിന്റെ പ്രത്യേകതകളോടോ ഉള്ള മോഹം അല്ലെങ്കിൽ അതിലുള്ള പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ കൂടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്ന അനുഭവങ്ങൾ ചിലർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കല് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഞങ്ങളന്ന് പെരുവണ്ണാമൊഴിയിൽ താമസിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തില് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അക്രൈസ്തവയായ സ്ത്രീ കടന്നു വരുന്നു. ജോലിക്കൊക്കെ വരുന്നതാണ്. അവളുടെ പേര് പെണ്ണൂട്ടി എന്നാണ്. ആ പെണ്ണൂട്ടിക്കൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഗ്യാസ് നിറഞ്ഞിട്ട് വലിയ ഒച്ചയിൽ ഏമ്പക്കം വിടും. ആ ഏമ്പക്കം കേട്ട് കഴിഞ്ഞാൽ അടുത്തുള്ളവരെല്ലാം ഞെട്ടിപ്പോകും. അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും ഈ ഒച്ചയുടെ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇങ്ങനെ അലറി ഒച്ചയിടുന്ന ആ സ്ത്രീ ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചു. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങളോട് ഞാനൊരു സ്ത്രീയൊന്ന് വീട്ടിലുള്ളൂ, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ സ്ത്രീയോട്, നിങ്ങൾക്കുണ്ടായിരുന്ന ഈ പ്രയാസം കർത്താവ് എടുത്തു മാറ്റിയെന്ന്. അവർ ചിരിച്ചിട്ട് അങ്ങ് പോയി. അവർക്കറിയില്ല അതിനെക്കുറിച്ച്. എന്നാൽ പിന്നീട് ആ സ്ത്രീ കടന്നു വന്നപ്പോൾ പറഞ്ഞു, അത് എവിടെ പോയി എന്ന് കണ്ടില്ല, അങ്ങനെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നീട് എന്ന് ആ സ്ത്രീ പലപ്പോഴും അവിടെ വരുമ്പോൾ പറയാറുണ്ട്, മറ്റുള്ളവരോട് പറയാറുണ്ട്. അപ്പോൾ നമ്മളെ ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്തതിനെ ഓർത്ത് അധികം ക്ലേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം തൊടുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ മതി. ചിലർക്ക് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമായിരിക്കാം. പല ധ്യാനങ്ങളിൽ പോകുകയും വളരെയധികം അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആ ബന്ധനം, അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാകുകയില്ല. എന്നാൽ തക്ക സമയത്ത് ദൈവം ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത രീതിയിൽ അവ നമ്മളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമുക്ക് അസാധ്യമായ ഒത്തിരി പാപ സ്വഭാവങ്ങള്, പാപബന്ധനങ്ങള് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ഇപ്രകാരം നിലനിൽക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അവൻ നമുക്ക് വിടുതൽ നൽകും. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 58-ാം അധ്യായത്തിൽ പറഞ്ഞത്, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും
നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. ബന്ധനമെന്ന് പറയുമ്പോൾ നമ്മളെ ആരും തടവറയിൽ അടച്ചിട്ടിരിക്കുന്ന ബന്ധനമല്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവസ്നേഹത്തിന്റെ അനുഭവം നിറഞ്ഞു വരാൻ കഴിയാത്ത തരത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടും നമ്മളിൽ നിന്നും പുറത്തു പോകാതെ നമ്മളിൽ തന്നെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ദുഷ്പ്രേരണകളും പൈശാചിക പ്രേരണകളും ദുരാത്മാക്കളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള പല പ്രയാസങ്ങളും നമുക്ക് സ്വയം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ചും നമ്മൾ ഈ നോമ്പ് കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പലതും മാറ്റിവെക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ദൃഢപ്രതിജ്ഞയെടുത്ത് മുന്നേറുന്ന നിമിഷങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ കർത്താവ് എടുത്തു മാറ്റും. സമർപ്പിക്കാം. നമുക്ക് വളരെയധികം ആഗ്രഹിച്ചിട്ടും വിട്ടുപോകാത്ത പലതരത്തിലുള്ള പാപ സ്വഭാവങ്ങളുടെയും വിളനിലമാണ് എൻ്റെ ഹൃദയം. അവ ഏതൊക്കെയെന്ന് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ തെറ്റായ മോഹങ്ങളായിരിക്കാം. ഒരിക്കലൊരാള് ധ്യാനത്തിന് വന്നപ്പോൾ, ഞങ്ങൾ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 10-28 വയസ്സുള്ള ഒരു യുവാവാണ്. ആ യുവാവിന് സ്ത്രീകളെ നോക്കിയാൽ അവരുടെ ബാഹ്യരൂപം, വസ്ത്രം ധരിച്ചിരിക്കുന്നല്ല കാണുക, അതിനപ്പുറത്തേക്കാ കാണുക എന്ന് പറഞ്ഞു. ആരെയും അതുകൊണ്ട് നോക്കാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റില്ല. ആ ഏത് സ്ത്രീയെ കണ്ടാലും ആ വ്യക്തിക്ക് എപ്പോഴും വസ്ത്രത്തിന് അപ്പുറത്തേക്ക് ആണ് അവരുടെ മനസ്സിലെ ഭാവനകൾ കടന്നു പോകുക. അത് വലിയൊരു പ്രയാസമായി ആ മനുഷ്യന്. പുറത്തിറങ്ങാനാകില്ല, എങ്ങോട്ട് നോക്കിയാലും പ്രയാസങ്ങൾ. അങ്ങനെ അയാൾ ധ്യാനത്തിൽ നിന്നും ഈ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ആ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി പിന്നീട് 1 മാസം കണ്ടു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ എന്നോട് പങ്കുവെച്ചു, അങ്ങനെയുള്ളൊരു പ്രയാസം എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ സുബോധം കിട്ടി, എൻ്റെ കാഴ്ചകൾക്ക് ദൈവം തെളിമ നൽകി, വിശുദ്ധിയോടെ എല്ലാം കാണാനും നോക്കാനുമുള്ള കൃപ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകി എന്ന് അയാളെന്ന് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന്റെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിനോട് സമാനമായ പലതരത്തിലുള്ള പ്രതിസന്ധികളുമായി നമ്മൾ നടന്നു നീങ്ങുന്നുണ്ട്. ആരോടും നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ സാധിക്കുകയില്ല. അവരൊരു പക്ഷേ നമ്മളെ കളിയാക്കും, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തും. നമ്മളുമായി ചേർന്ന് നടക്കാൻ ഇങ്ങനൊരു സ്വഭാവം നമുക്കുണ്ടെന്നറിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്. ചിലപ്പോൾ നമ്മളിൽ തന്നെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് വേദനിക്കുന്ന ഹൃദയവുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജീവിതങ്ങളും ഉണ്ടാകാം. കർത്താവിന്റെ കൃപ അവരുടെ മേല് സമൃദ്ധമായി നിറയുന്ന നിമിഷമാണിത്. ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണോ സ്വയം ആഗ്രഹം കൊണ്ട് മാറ്റാൻ പറ്റാതെ, മറ്റുള്ള സഹായം കൊണ്ട് മാറ്റാൻ പറ്റാതെ, മറ്റു തരത്തിലുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾ നടത്തിയിട്ട് മാറ്റാൻ പറ്റാതെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്, അവിടെ ദൈവത്തിന്റെ അനന്തമായ സ്പർശനം ഇപ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇവിടെ നിന്നും ഇറങ്ങി പുതിയൊരു മനുഷ്യനായി ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുവാനുള്ള കൃപാവരം ദൈവം ഈ നിമിഷങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള വലിയ ഒരു കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ദുരാശകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അഹങ്കാരത്തിന്റെ ചിന്തകളുണ്ട്. സംസാരത്തിലും നടപ്പിലും പാപത്തിലുമൊക്കെ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നടന്നു നീങ്ങുന്ന വ്യക്തിത്വമായിരിക്കാം ചിലപ്പോൾ നമ്മളുടേത്. ഇവിടെ ദൈവത്തിന്റെ കൃപ നമുക്ക് ശാശ്വതമായി കിട്ടുകയില്ല. നമ്മുടെ അധ്വാനങ്ങളിൽ നമുക്ക് ഫലം ലഭിക്കുകയില്ല. നമ്മുടെ ഉയർച്ചകൾ പലപ്പോഴും കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നതിന് പകരം താഴോട്ടാണ് കടന്നു പോകുക. അപ്പോൾ പല പ്രിയപ്പെട്ട സ്വഭാവങ്ങളും രീതികളും ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ചാൽ, ത്യജിച്ചാൽ, ദൈവം അവിടെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. ഒരിക്കലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അയാൾക്കിഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി ദൈവം നൽകി എന്ന്. അപ്പോൾ എന്നേക്കാൾ അധികമായി നിങ്ങൾ എന്തിനെയെങ്കിലും ഈ ലോകത്തിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എനിക്ക് പ്രിയങ്കരല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെക്കാൾ അധികമായി
എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് പ്രീതി തോന്നുകയില്ല എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക്, അധ്വാനങ്ങൾക്ക് പലപ്പോഴും വിജയം കിട്ടാതെ പോകുന്നതിന്റെ പിമ്പിലെ കാരണം ദൈവത്തിന് പ്രീതികരമല്ലാത്ത പല സ്വഭാവ വിശേഷതകളും പ്രത്യേകതകളും രീതികളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളാറുള്ളവരാണ്. പലപ്പോഴും ഈ പാരമ്പര്യം നമ്മുടെ ജീവിതത്തിന് ദൈവാനുഗ്രഹത്തിന് തടസ്സമാണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അവിടെയും നമ്മളുടെ ജീവിതത്തിലെ ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ആ മേഖലകളിലുമൊക്കെ ദൈവത്തിന്റെ കൃപാവരം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൂടുതൽ കൃപ കൊണ്ട്, കൂടുതൽ ശക്തി കൊണ്ട്, കൂടുതൽ ദൈവിക സ്നേഹം കൊണ്ട് നിറയും. മത്തായിയുടെ സുവിശേഷം 16:24 പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം തന്റെ കുരിശുമെടുത്ത് തന്നെ ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ വരട്ടെ, അപ്പോൾ അവൻ അനുഗ്രഹീതനായി തീരും. സ്വയം ഉപേക്ഷിക്കപ്പെടുകയും വേണം, കുരിശും ചുമന്നുകൊണ്ടുവരണം. ഈ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത, നമ്മളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ ആദരിക്കുവാനും സ്വീകരിക്കുവാനും കഴിയാത്ത മനോഭാവം എത്ര ധ്യാനം കൂടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകുന്നില്ല എങ്കിൽ നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമല്ല എന്ന് ഏറ്റുപറയുന്ന വ്യക്തിയെയാണ് ദൈവം അനുഗ്രഹിക്കുക എന്ന് നമുക്കോരോരുത്തർക്കും അറിയാവുന്നതുമാണ്. സുവിശേഷത്തിൽ ഉടനീളം കർത്താവ് അത് പഠിപ്പിക്കുന്നതുമാണ്. അപ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വയം എളിമപ്പെടുവാനും നമുക്ക് സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാകും. ഇങ്ങനെയുണ്ടാകുന്ന തടസ്സങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല, പാപികളിൽ ഒന്നാമനാണ്, നന്ദിഹീനനായൊരു ജീവിതമാണ്, വ്യക്തിയാണ് എന്റേതെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധിയാണോ ഇന്ന് നമ്മളെ അലട്ടുന്നത് അത് മുഴുവനും അവിടുന്ന് എടുത്തു മാറ്റും. അപ്പോൾ നമ്മളെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളെ കുരിശുമെടുത്ത് കർത്താവിന്റെ പിന്നാലെ പോകണം. അപ്പോൾ എവിടെയാണ് കർത്താവ്? കർത്താവിനെ എവിടെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും? കർത്താവിന്റെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ എവിടെയാണ്, ദൈവത്തെ എവിടെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക? ഒരു നിമിഷം ചിന്തിക്കാം. ദൈവത്തെ എവിടെയാണ് എനിക്ക് കണ്ടുമുട്ടാൻ കഴിയുക? യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നത് നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയിലാണ്, നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തിയിലാണ്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയിലാണ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയിലാണ്, നമ്മുടെ കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയിലാണ് ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുക. അതേപ്രകാരം എന്ന് പറഞ്ഞു, പരസ്പരം സ്നേഹിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കവിഞ്ഞൊഴുകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുക. അങ്ങനെ കണ്ടുമുട്ടുന്നിടത്തേക്ക് സ്വയം പരിത്യജിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ക്ലേശങ്ങളാകുന്ന, ജീവിത പ്രതിസന്ധികളാകുന്ന കുരിശുകളും എടുത്ത് നമ്മൾ നടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവത്തിന്റെ മുമ്പിലും ദൈവദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയുമെന്ന്. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നമുക്കെങ്ങനെയാണ് ദൈവത്തെ ഏറ്റുപറയുവാൻ കഴിയുക? ദൈവത്തെ ഏറ്റുപറയാൻ കഴിയുക യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയുന്നിടത്തല്ല, മറിച്ച് ഞാനൊരു ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാനായിരിക്കുന്നിടത്ത് ആ ശുശ്രൂഷയ്ക്ക് ചേർന്ന രീതിയിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ, മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടെയാണ് എൻ്റെ കുരിശുമെടുത്ത് ഞാൻ കർത്താവിനെ പിന്നാലെ അനുഗമിക്കുവാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു ജീവിത രീതി
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും നമുക്ക് കർത്താവിനെ ഏറ്റുപറയുവാൻ മടിയാണ്. മറ്റുള്ളവരുടെ മുമ്പില് മനുഷ്യരെ കാണിക്കുവാനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ മടിയാണ്. ദേവാലയത്തിൽ ചെന്നാൽ കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ മടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ശൈലിക്ക് ചേരാത്ത ഒരു ആചാര രീതികളെ സ്വീകരിക്കുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. അവിടെ നമ്മളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് തടസ്സമായി മാറുന്നുണ്ട്. മനുഷ്യരെ കാണിക്കാനല്ല, മറിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവര് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനാ രീതിയും നമ്മുടെ ഭക്തി പ്രകടനങ്ങളും മാർഗങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യത്തിനായിട്ട് ഉപകരിക്കും. ഒരിക്കല് നമ്മളിവിടെ ഇരിക്കുന്ന കുന്നത്തോടെ വിൽസൺ പറയുകയുണ്ടായി, ഞങ്ങളുടെ കൂട്ടായ്മയില് പള്ളിയുടെ ഏറ്റവും മുമ്പില് അദ്ദേഹം ധ്യാനം കൂടി. അദ്ദേഹത്തിന്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം സ്തുതിയാരാധന കേട്ടല്ലോ. തളർന്നു കിടന്ന അവസ്ഥയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാണ് അവിടുന്ന് എഴുന്നേറ്റ് വന്നത്. അങ്ങനെ ആ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ മെഡിക്കൽ സയൻസ് സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന രോഗം, വേറൊരാൾക്കും ചികിത്സിച്ചോ ഉപദേശിച്ചോ മാറ്റാൻ കഴിയാതിരുന്ന രോഗം ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കടന്നു വന്ന് ദൈവത്തിന്റെ ആത്മാവിനാല് അവരെ സുഖപ്പെടുത്തി. അപ്പോൾ വിൽസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ദേവാലയത്തിൽ ഏറ്റവും പുറകിലായിരുന്നു ആദ്യം നിന്നിരുന്നത്, പിന്നീട് ഏറ്റവും മുമ്പില് കൈകൾ കൂപ്പി കുർബാനയിൽ പങ്കെടുത്തു ഭക്തിപൂർവം. ഇത് കണ്ടിട്ട് അനേകര് ദേവാലയത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് കരങ്ങൾ കൂപ്പി കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുവാൻ ഇടയായി എന്ന് വിൽസൺ സാക്ഷ്യപ്പെടുത്തി. ഇവിടെ ഇരിപ്പുണ്ട് വിൽസൺ, അത് ശരിയല്ലേ? മൈക്കിലോടെന്ന് പറഞ്ഞു. അതെ, ശരിയാണ്. അതെ, അത് ശരിയാണ്. അതാണ് സാക്ഷ്യം. നമുക്ക് പലപ്പോഴും ലക്ഷ്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കരങ്ങൾ കൂപ്പി ദേവാലയത്തിൽ നിൽക്കുവാൻ. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും, പരസ്പരം സമാധാനം ആശംസിക്കുക എന്ന് പറയുമ്പോൾ തലകുനിച്ച് ആചാരം ചെയ്ത് അടുത്ത് നിൽക്കുന്ന ആളുടെ കരമൊന്ന് കവർന്ന് നമ്മളുടെ കർത്താവ് നൽകിയിരിക്കുന്ന സമാധാനം മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ശാന്തമായി പകർന്നു കൊടുക്കാൻ ജാള്യതയാണ്, അല്ലെ? സമാധാനം കൊടുത്തു കഴിഞ്ഞാൽ എന്താ ശരീരത്തിന്റെ അവസ്ഥ? ചിലർ ജാള്യത കാരണം ഒന്നൊക്കെ ഒന്ന് സ്റ്റഡിയായി നിൽക്കും, ഒരു മനസ്സിലൊരു ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക്. ചിലർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കാതെ. അപ്പൊ നമുക്ക് ആ സമാധാനം കൊടുക്കുന്നിടത്ത് തന്നെ ഒരു ജാള്യത, ഒരു അപകർഷതാബോധം ചില ആളുകളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാത്ത ചില ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെ ദേവാലയത്തിൽ പോലും പലപ്പോഴും തലകുനിച്ച് ആചാരം ചെയ്യുവാനും അടുത്തു നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ സമാധാനം പകർന്നു കൊടുക്കുവാനുള്ള എളിമയും വിനയവും ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയില്, ആ കുർബാനയില് എത്രമാത്രം ദൈവത്തോട് ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തോട് ചേരുവാൻ കഴിയുന്നിടത്തെല്ലാം ദൈവത്തോട് ചേരാൻ സാധിക്കുന്നിടത്താണ് നമ്മളെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരിക. എന്റെ പദവി, എന്റെ സമ്പത്ത്, സമൂഹത്തിലുള്ള എന്റെ വില, ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവന്റെ മുമ്പിൽ ചിലപ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തി എനിക്കിഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. അവന്റെ മുമ്പിൽ തലകുനിക്കാനോ അവന്റെ മുമ്പിൽ സമാധാനം കൊടുക്കാനോ എന്റെ അഭിമാനം, എന്റെ പാരമ്പര്യം, എന്റെ സമ്പത്ത്, എന്റെ പഠനം, എന്റെ ജീവിതത്തിന്റെ വലിപ്പം, ശരീരത്തിന്റെ വലിപ്പം ഇവയൊന്നും അനുവദിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സ്വയം ത്യജിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അങ്ങനെ സ്വയം ത്യജിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് അനുഗ്രഹപൂർണമായി തീരുക. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും. യേശുക്രിസ്തു പറഞ്ഞു ഫരീസിയരോട്, നിയമജ്ഞരോടൊക്കെ, നിങ്ങൾ തേങ്ങ വലിയ വസ്തുക്കൾ ചോരുന്നത് കാണും, എന്നാൽ എള്ള് ചോരുന്നത് കാണുന്നില്ല എന്ന്. അപ്പോൾ ചെറിയത് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയുന്നില്ല, വലുത് വലുത് മാത്രമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് കർത്താവ് പറഞ്ഞത്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെ ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ ചെറിയ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ടേ നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മളുടെ ജീവിതത്തിൽ വന്ന് നിറയുക. ഇങ്ങനെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ
വന്ന് നിറയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിച്ചുയർത്തണമെന്ന് എപ്പോഴും വലിയ ആഗ്രഹമാണ്. ഇവിടെ ഫാത്തയില് ഇന്നിവിടെ ഇരിക്കുന്നവരും നമ്മുടെ ഈ ശുശ്രൂഷയിലെ ഏത് കാലങ്ങളിലും ഇതിന്റെ വീഡിയോ എടുത്തു കാണുന്ന വ്യക്തികളും ഇപ്പോൾ ഇത് തത്സമയം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ കൃപ എപ്പോഴും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ കൃപകളെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് ദൈവത്തിന്റെ മുമ്പിൽ പലതും ത്യജിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ നിന്നും ഒരു സഹോദരി വിളിച്ചു. കാരണം ആ മകളുടെ ഭർത്താവിന് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം. 3 പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി, 3 പ്രാവശ്യവും പരാജയപ്പെട്ടു. പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. 3 പ്രാവശ്യവും ആ സ്ത്രീ തന്നെയാണ് വിളിച്ചത്. അവളൊരു നേഴ്സാണ്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ ആ ഫോണൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചൊവ്വാഴ്ച എഫാത്തയുടെ പ്രോഗ്രാം ഉണ്ട് 6 മണി മുതൽ 8:30 വരെ. ആ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം അയാൾക്ക് പറ്റി മോശമായിട്ട് പറയില്ല, അയാൾക്ക് വിശ്വാസം കുറവാണ്, പ്രാർത്ഥനയിൽ അങ്ങനെ കയറിയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ലൈവിൽ അവിടെ കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും. ക്ഷമിക്കണം, ഒരു സാക്ഷ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എഫാത്തയുടെ ലൈവ് പ്രോഗ്രാം കണ്ടിട്ട് ചൊവ്വാഴ്ച കണ്ടു, വ്യാഴാഴ്ച 4ാമത്തെ പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അയാള് വിജയിച്ചു. വലിയ സന്തോഷത്തോടെ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സായി എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാകാൻ? 100 പേര് വന്നാൽ 10 പേർക്ക് ദുബായിലെ സർക്കാർ ലൈസൻസ് കൊടുക്കുള്ളൂ. അവിടെ കൂടുതൽ ഡ്രൈവർമാരുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അവർക്ക് തോന്നുന്ന ആൾക്ക് അവർ 10 പേർക്ക് ലൈസൻസ് കൊടുക്കും. അങ്ങനെ 3 പ്രാവശ്യം പോയി 100 പേര് വന്നിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യവും 100 പേര് വന്നു. അതിൽ 10ൽ ഒരാളാകാൻ ദൈവം അദ്ദേഹത്തിന്റെ മേൽ കൃപ ചൊരിഞ്ഞു. അപ്പോൾ അയാൾക്ക് ഈ വീഡിയോസ് കണ്ടതിലൂടെ, ആ തത്സമയം ഈ പ്രോഗ്രാം കണ്ടതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദൈവം ഇടപെട്ടു. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മളുടെ ദൈവം. ആര് ദൈവത്തെ ശ്രവിക്കുന്നോ, അവന്റെ വചനം പാലിക്കാൻ ആര് തന്റെ ജീവിതം വിട്ടുകൊടുക്കുന്നോ, അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ഈ കാത്തിരിപ്പ് ഇന്ന് നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയണം. അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വാങ്ങാൻ കഴിയണം. അങ്ങനെ വാങ്ങാൻ കഴിയണമെങ്കിൽ അവന്റെ ഹിതപ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് ലഭിക്കുമെന്നുള്ളതാണ് അവനിലുള്ള ഉറപ്പ്. അവന്റെ ഹിതപ്രകാരം, അവന്റെ ഹിതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തന്നെ തന്നെ ഉപേക്ഷിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരുവാനെന്ന്. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായം നമുക്കെല്ലാം സുപരിചിതമായ ഒരു അധ്യായമാണ്. ലോകസ്ഥാപനത്തിനു മുമ്പ് നിങ്ങൾക്കായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഇടത്തേക്ക് നിങ്ങൾ പോകുവിൻ. അതായത് നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം ആളെ വിളിക്കുന്ന കാര്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ വിശക്കുന്നവനായി നിന്റെ മുമ്പിൽ വന്നു, നീ എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തന്നു, അതുകൊണ്ട് നീ നിത്യജീവന് അർഹനുള്ളവനാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹതയുള്ളവനാണ്. എനിക്ക് പാർപ്പിടമില്ലായിരുന്നു, നീ എനിക്ക് ഒരു നല്ല ഭവനം പണിതു തന്നു, അതുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവനാണെന്നാണ് യേശുക്രിസ്തു അവിടെ അവരോട് പറയുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ജീവിതത്തിലുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുക. മനോഹരമായ വീടുകളൊക്കെ സ്വപ്നം കാണുന്നവരും പണിതവരുമുണ്ട്. അത് നല്ലതാണ്, സ്വപ്നങ്ങൾ കാണണമെന്നാണ് കർത്താവ് തന്നെ പറയുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ദൈവം തന്നെ നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മൾ നല്ല മനോഹരമായ വീട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ദൈവം തരും. അനേകർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഭവനമില്ലാത്തവർക്ക് മനോഹരമായ വീടുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോമസ് ചേട്ടൻ, വാളിപ്ലാക്കിൽ തോമസ് ചേട്ടൻ ചോദിച്ചാൽ അറിയാം. ഒരു വീടുമില്ലാതിരുന്നിടത്തുനിന്ന് ദൈവം മനോഹരമായ നല്ല 2 നില വീട് കൊടുത്ത് തോമസ് ചേട്ടനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല.
അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത്, ഒരിക്കലൊരു സഹോദരൻ പങ്കുവെച്ചു, അയാളുടെ 4 മക്കൾക്ക് അയാൾ ഒരു വീട് പണിത് കൊടുത്തു. ഒരുമിച്ചാണ് വീട് പണിത് 4 മക്കൾക്കും. അതോടൊപ്പം തന്നെ 4 സാധു കുടുംബങ്ങൾക്കും അദ്ദേഹം 4 വീടുകൾ വെച്ചു കൊടുത്തു, ഓരോ വീട് വീതം. അപ്പൊ നമുക്കുള്ള വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് അതിനോട് ചേർന്ന രീതിയിൽ ജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും നമ്മുടെ വീടിന്റെ 2 മുറി കുറച്ചില്ലെങ്കിൽ അതിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക്, ഭവനമില്ലാത്ത ഒരാൾക്ക് 2 റൂമുള്ള ഒരു ഭവനം പണിത് കൊടുക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് അതിൽ വിസ അടിക്കുമ്പോൾ എളുപ്പമായി തീരും പ്രവേശിക്കുവാന്. അതുപോലെ നമ്മളെല്ലാം ധാരാളം വസ്ത്രം ധരിക്കുന്നവരാണ്. എന്നാൽ പലരുമുണ്ട് വസ്ത്രം മോടിയായിട്ട് ധരിക്കാൻ കഴിയാത്തവരല്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ വേദനിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ജീവിതത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നല്ലതൊന്ന് ഇല്ലാത്തവരുമായി പങ്കുവെക്കുകയാണ് എങ്കിൽ ദൈവം അതിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് എളുപ്പത്തിൽ ഒരു വഴി തുറന്നു തരികയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയണം. നമുക്ക് പ്രിയങ്കരമായത് വേറൊരാൾക്ക് പങ്കുവെക്കാൻ കഴിയണമെങ്കിൽ, അങ്ങനെ പങ്കുവെക്കുന്ന ഒരാളുണ്ട്, അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മദ്യപാനികൾ, അവർക്ക് പ്രിയങ്കരമായ ഒരാളെ കണ്ടില്ലേ, ചായ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവരൊരു ചേട്ടാ ഒരു 1/2 ഗ്ലാസ് കുടിച്ചിട്ട് പോകാമെന്ന് പറയും. ആ പ്രിയങ്കരമായതല്ല, മറിച്ച് ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മയുടേതായ എല്ലാ വഴികളിലൂടെയുമുള്ള പങ്കുവെക്കല് നമ്മൾ നൽകുമ്പോൾ ഇവിടെ മാത്രമല്ല സ്വർഗത്തിലെല്ലായിടത്തും നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയാൻ പങ്കുവെക്കല്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പങ്കുവെക്കല് നമുക്ക് ഉപകാരപ്രദമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ പങ്കുവെക്കുന്ന കാര്യം ഓർത്തിട്ട്? വിഷമത്തോടെ പോയൊരു യുവാവിനെ നമ്മൾ കണ്ടു. എന്താണ് എനിക്ക് നമ്മുടെ അച്ഛന്റെ ടോക്കിനിടയിൽ അച്ഛൻ പറഞ്ഞു, ധനത്തിന്റെ കുറവിനെ കുറിച്ച് പറഞ്ഞു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞു. ആ യുവാവ് വളരെ വ്യസനത്തോടെ തിരിച്ചുപോയി. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ സമ്പത്തിനെ ഓർത്ത് ദൈവത്തിന്റെ അടുത്ത് നിന്നും തിരിച്ചു പോകുമ്പോൾ നമ്മൾ നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാർഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ ഏതെല്ലാം തരത്തില്, ഏതെല്ലാം മേഖലകളില് നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ഈ നിമിഷം നമുക്കൊരു കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ കൃപ ചോദിക്കാം. ആ കൃപയില് നമുക്ക് ആനന്ദിക്കാം. ദൈവം നമുക്ക് ശക്തിയും ബലവും തരും. ഇന്ന് ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ കുമാര ബേബിച്ചേട്ടൻ 2 പാട്ടുകൾ എഴുതി, ജോർജിന് അത് ഓർക്കസ്ട്ര ചെയ്തു. ജോൺസണും ജോയി ചേട്ടനും ശൈലയും ഒക്കെ അത് വളരെ സമയമെടുത്ത് പഠിച്ചു. നമുക്ക് വേണ്ടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഈ ഗാനങ്ങൾ സമർപ്പിക്കുകയാണ്. നമുക്ക് നമുക്ക് ഇതിന്റെ വരികൾ അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ഗായകരോട് ചേർന്ന് ഈ ഗാനം പാടാം. എല്ലാം ത്യജിച്ചുകൊണ്ട് സർവ്വതും ഉപേക്ഷിച്ച് ദൈവത്തെ അനുഭവിച്ചറിയാൻ, എല്ലാ ദുരകളും വെടിഞ്ഞ് ദൈവത്തിന്റെ കരുതൽ അലിയാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാ മോഹവും അനുഭവിച്ചറിയാം ദൈവത്തെ, എല്ലാ ദുരിതങ്ങളും പിടിയാം ദൈവത്തിൻ കരുതലിലലിയാം. എല്ലാ മോഹവും ത്യജിച്ച അനുഭവിച്ചറിയാം ദൈവത്തെ, എല്ലാ ദുരിതങ്ങളും പിടിയാം ദൈവത്തിൻ കരുതലിലലിയാം.
കുരിശുമെടുത്തുകൊണ്ടണയൂ അപ്പോഴെന്നോടും കൂടി നിനക്കെന്റെ വഴികൾ കാണാം നീ നിന്നെ തന്നെ ത്യജിച്ചണയൂ നിന്റെ കുരിശുമെടുത്തുകൊണ്ടണയൂ അപ്പോഴെന്നോട് കൂടി നിനക്കെന്റെ വഴികൾ കാണാം എല്ലാ മോഹവും ത്യജിച്ച അനുഭവിച്ചറിയാം ദൈവത്തെ എല്ലാ ദുരകളും വെടിഞ്ഞാൽ ദൈവത്തിൻ കരുതലിലണിയാം. വിശക്കുന്നവർക്കായി നമ്മുടെ ഭക്ഷണം പങ്കിടാൻ നമുക്ക് ആഗ്രഹിക്കാം. എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ കണ്ടെത്താനുള്ള കൃപയും അവർക്ക് നൽകാനുള്ള മനസ്സും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നഗ്നത മറയ്ക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ വസ്ത്രമില്ലാതെ കേഴുന്നുണ്ട്. അവരുടെ കരച്ചിലുകൾ, അവരുടെ രോദനങ്ങൾ നമ്മുടെ കാതിലെത്തുമ്പോൾ അവർക്ക് നൽകാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. വിശക്കുന്നവർക്കായി നിൻ ഭക്ഷണം നീ പകുത്തേകു എൻ മകനെ വിശക്കുന്നവർക്കായി നിൻ ഭക്ഷണം നീ പകുത്തേകു എൻ മകനെ വസ്ത്രത്തിനായവൻ കേഴുമ്പോൾ നിനക്കുള്ളതിൽ നല്ലതേടും. വസ്ത്രത്തിനായവൻ കേഴുമ്പോൾ നിനക്കുള്ളതിൽ നല്ലതേടും. നീ നിന്നെ തന്നെ ത്യജിച്ചണയൂ നിന്റെ കുരിശുമെടുത്തുകൊണ്ടണയൂ അപ്പോഴെന്നോടു കൂടെ നിനക്കെന്റെ വഴികൾ കാണാം നീ നിന്നെ തന്നെ ത്യജിച്ചണയൂ നിന്റെ കുരിശുമെടുത്തുകൊണ്ടണയൂ അപ്പോഴെന്നോട് കൂടി നിനക്കെന്റെ വഴികൾ കാണാം എല്ലാ മോഹവും ത്യജിച്ച അനുഭവിച്ചറിയാം ദൈവത്തെ എല്ലാ ദുരകളും വെടിഞ്ഞാൽ ദൈവത്തിൻ കരുതലിലണിയാം. എല്ലാം ഉപേക്ഷിച്ച് എപ്പോഴും കർത്താവിൻ്റെ കൂടെ അവനെ അനുഗമിക്കാനുള്ള കൃപ തരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. അവൻ്റെ തിരുമൊഴി കേട്ട് എന്നും അവൻ്റെ കൂടെ ജീവിക്കുവാനുള്ള വരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലെ ബാക്കി ഭാഗങ്ങൾ പാടാം. സർവം ത്യജിച്ചു ഞാൻ നിന്റെ കൂടെ എന്നെന്നും അനുഗമിച്ചിടുവാൻ സർവം ത്യജിച്ചു ഞാൻ നിന്റെ കൂടെ എന്നെന്നും അനുഗമിച്ചിടുവാൻ നിൻ തിരുമൊഴി എന്റെ സ്വന്തമാകാൻ നീ വരമേകണേ എൻ ദൈവമേ. ആഗ്രഹിച്ച് പാടാം. നിൻ തിരുമൊഴി എന്റെ സ്വന്തമാകാൻ നീ വരമേകണേ എൻ ദൈവമേ. ഞാൻ എന്നെ തന്നെ ത്യജിച്ചണയാ എന്റെ കുരിശുമെടുത്തുകൊണ്ടണയാ നിൻ തിരുമൊഴികളിലൂടെ
ഇടറാതെ ഞാനെന്നും നടക്കാം. ഞാൻ എന്നെ തന്നെ ത്യജിച്ചണയാം. എന്റെ കുരിശുമെടുത്തുകൊണ്ടണയാം. നിൻ തിരുമൊഴികളിലൂടെ ഇടറാതെ ഞാനെന്നും നടക്കാം. എല്ലാ മോഹവും ത്യജിച്ച അനുഭവിച്ചറിയാം ദൈവത്തെ. എല്ലാ ദുരകളും പിഴിഞ്ഞാൻ ദൈവത്തിൻ കരുതലിലലിയാൻ. നീ നിന്നെ തന്നെ ത്യജിച്ചണയൂ. നിന്റെ കുരിശുമെടുത്തുകൊണ്ടണയൂ. അപ്പോഴെന്നോടു കൂടെ നിനക്കെന്റെ വഴികൾ കാണാം. നീ നിന്നെ തന്നെ ത്യജിച്ചണയൂ. നിന്റെ കുരിശുമെടുത്തുകൊണ്ടണയൂ. അപ്പോഴെന്നോടു കൂടെ നിനക്കെന്റെ വഴികൾ കാണാം. എല്ലാ മോഹവും ത്യജിച്ച അനുഭവിച്ചറിയാം ദൈവത്തെ. എല്ലാ ദുരകളും പിഴിഞ്ഞാൻ ദൈവത്തിൻ കരുതലിലലിയാൻ. കർത്താവായ യേശുവേ, ഇന്നലെ അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ അനുസ്മരിച്ച് ഞങ്ങൾ നെറ്റിയിൽ ഭസ്മം പൂശി നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചു. ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണമെന്ന് വിശുദ്ധ ബേസിൽ ഓർപ്പിക്കുന്നു. നീ മിച്ചം വെച്ച് നിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അത് നിൻ്റേതല്ല, നീ കവർന്നെടുത്ത് വെച്ചിരിക്കുന്ന പാവപ്പെട്ടവൻ്റെതാണ് എന്ന്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ നിന്റെ അലമാരയിൽ മിച്ചം വെച്ചിട്ടുണ്ട്, അതൊന്നും നിൻ്റേതല്ല, നീ മറ്റുള്ളവരുടെ കവർന്നെടുത്ത് വെച്ചിരിക്കുകയാണ് എന്നല്ല. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും സമ്പത്തൊക്കെ നൽകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വീട് മക്കൾക്കുണ്ടാക്കിയപ്പോൾ 4 പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്തതുപോലെ മറ്റ് ഞങ്ങൾക്കുള്ളതിൻ്റെ എല്ലാം ഒരു ഓഹരി പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഫാത്ത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കുകയും പങ്കുവെക്കലിൻ്റെ വലിയ ആ ശക്തി തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നിത്യമായ ഭവനത്തിൽ ഞങ്ങൾക്ക് വാസസ്ഥലം ഉറപ്പിക്കുവാൻ ദരിദ്രരുമായിട്ട് പങ്കുവയ്ക്കുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കുന്നുകൂട്ടുകയാണ് ചെയ്യുന്നത്. ദൈവമേ, ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നിന്റെ മഹത്വത്തിനു വേണ്ടി ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന ഭവനമോ നിലനിൽക്കാൻ പട്ടണമൊന്നുമില്ല. നിത്യത ഞങ്ങളുടെ ഭവനം നിത്യമായ ഭവനം സ്വർഗത്തിലാണെന്നുള്ള ചിന്തയിൽ എപ്പോഴും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എളിമയോട് ജീവിക്കുവാൻ, ഞങ്ങൾക്ക് അങ്ങ് സമ്പത്ത് നൽകുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒക്കെയുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. സാത്താൻ പോരാ എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ കൂടുതൽ വേണമെന്ന് തോന്നുമ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം പ്രത്യേകമായിട്ട് നൽകണമേ. അവിടുത്തെ സ്ലിവായാൽ മുദ്രയിടപ്പെടുന്ന മക്കൾ ഓരോരുത്തരും തിന്മയുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്ന് മോചിതരായി ഇവരുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ, ഇവരുടെ ഭവനത്തിൽ, ഇവരുടെ രോഗാവസ്ഥയിൽ എല്ലാം അവിടുന്ന് ഇവർക്ക് തുടങ്ങിയ സങ്കേതമായിരിക്കട്ടെ. ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഇവരെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, പൂർണ്ണമായി ഇവർക്കും വിടുതൽ നൽകി ഇവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ധന്യമായ നാമത്തിൽ
കർത്താവെ, മുദ്രയിടപ്പെടുന്ന മക്കൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട് വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും അങ്ങേ മഹത്വങ്ങളിൽ ജീവിക്കാൻ ഇവർ ശക്തരായി തീരട്ടെ. സാത്താന്റെ എല്ലാ ശക്തികളും നിർവീര്യമായി ഇവർ എന്നേക്കും അങ്ങയുടെ സ്വന്തമായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിച്ച് അവിടുത്തെ സ്വന്തമായി സ്വീകരിക്കുന്നതിനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ, കർത്താവിന്റെ കൈകളിലേക്ക് നമ്മുടെ പാപപ്പെട്ട ജീവിതത്തെ വെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരുടെ കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ സ്തുതിക്കുക. നമുക്ക് അസാധ്യമായി നമ്മുടെ ജീവിതത്തിൽ നീങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത പല മേഖലകളിൽ കർത്താവ് ഇടപെടുന്ന നിമിഷമാണ്. അവന്റെ സ്പർശനം നമ്മളറിയാതെ നമ്മുടെ ശരീരത്തില് മനസ്സിലാത്മാവില് അവിടുന്ന് കടന്നു വരും. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിറയും. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. തന്നെ സ്തുതിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുമില്ലാതെ അവരെ പോറ്റുന്ന ദൈവം നമ്മുടെ മുമ്പില് നമ്മളെ അനുഗ്രഹിക്കുവാനായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സർവ്വ മേഖലകളിലും കർത്താവേ, നിന്നെ സ്തുതിക്കുന്ന ഈ മക്കളുടെ സർവ്വ മേഖലകളിലും അവിടുത്തെ അനുഗ്രഹങ്ങളും അവിടുത്തെ വിടുതലും ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. സ്വന്തം യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സന്തോഷത്തോടെ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും. തിരിച്ചുകൊണ്ട് മനം തുറന്ന് സന്തോഷത്തോടെ നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. സന്തോഷത്തിന്റെ സത്വജനം. നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ അപ്പനെ അമ്മ മക്കളെ എല്ലാവരെയും ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും അനന്തമായ കൃപയും ഈ നിമിഷങ്ങളിൽ കടന്നു വരും. സന്തോഷത്തോടെ ഉണർവോടെ നിധി കണ്ടാൽ എന്ന പോലെ ആഹ്ലാദിച്ച് അവനെ സ്തുതിക്കുക. അവൻ നമ്മുടെ നിധിയാണ്. അവൻ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്. അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. ആടുമാടുകളെ അബ്രാഹത്തിൻ ദൈവം ഞാനാണെന്നും അബ്രാഹത്തിനു നൽകിയതെല്ലാം നിനക്കുമേകും. സന്തോഷത്തോടെ ഇസ്രായേലേ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീയെന്നും അനുഗ്രഹമാകും. ഇസ്രായേൽ ദേശം ഞാൻ നിനക്കു നൽകും. ഭൂമധ്യേ നീ എന്നും അനുഗ്രഹമാകും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും. അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ സന്തോഷത്തോടെ വാങ്ങണം. സന്തോഷമില്ലാത്ത മനസ്സോടെ നിൽക്കുമ്പോൾ ദൈവത്തിനെ നമ്മൾ ബഹുമാനിക്കുകയല്ല ചെയ്യുക. അതുകൊണ്ട് സന്തോഷത്തോടെ, മനം നിറഞ്ഞ സന്തോഷത്തോടെ അവൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ മനമുയർത്തി അവനെ പാടി സ്തുതിച്ചുകൊണ്ട് ആകാശത്തിൽ മഞ്ഞും
സകല സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. ആകാശത്തിൻ മഞ്ഞും ഭൂതല സൃഷ്ടികളും സമ്പന്നമാക്കും, നിന്നെ സമ്പന്നമാക്കും. ധാന്യങ്ങളും മുന്തിരിച്ചാറും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. ധാന്യങ്ങളും മുന്തിരിച്ചാറും നിന്റെ കളപ്പുരയിൽ നിറച്ചു നൽകും സമൃദ്ധമായി ഞാൻ. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ ഭാവിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. നിന്നെ അനുഗ്രഹിക്കുന്നോരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ബലപ്പെടുത്തുന്നോരെ ഞാനും ബലപ്പെടുത്തും. എന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച നിന്നിലൂടെ ഒരു ജനതയെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെ നീ ദേശത്തിന്റെ അനുഗ്രഹമാകും, അങ്ങനെ നീ ദേശത്തിന്റെ അധിപതിയാകും. 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 ശാന്തമാക്കാം. സങ്കീർത്തകൻ പറയുന്നു, ശാന്തമാക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തിൻ്റെ സ്പർശനം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്പർശനം ഓരോരുത്തരുടെ ഹൃദയത്തിലും ആത്മാവിലും നിറഞ്ഞിറങ്ങുന്ന നിമിഷങ്ങളാണ്. വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള നീരസമോ ആരോടെങ്കിലും വെറുപ്പോ പകയോ ഹൃദയത്തിലുണ്ടെങ്കിൽ, വേണ്ടുന്ന രീതിയിൽ ആരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ നിൽക്കുന്നതെങ്കിൽ, അവരെല്ലാം ദൈവത്തിന് സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനന്തമായ സ്പർശനം ഈ നിമിഷങ്ങളിൽ നമ്മളിലേക്ക് അവൻ ചെയ്യും. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാൽ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഓർക്കുക, നിന്നെ അനുഗ്രഹിച്ച ദൈവം നീ ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹമായി മാറും. നീയൊരു പന്തിയിലിരിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. നീ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിലുള്ള എല്ലാവരെയും ദൈവം നിന്നെ പ്രതി അനുഗ്രഹിക്കും. കാരണം അവന്റെ അഭിഷേകം നിന്നിൽ നിലനിൽക്കുന്നതിനാൽ, ആ അഭിഷേകം നിന്റെ ചുറ്റുപാടുമുള്ള മക്കളിലേക്ക് ആ അഭിഷേകം പകരുന്നതിനാൽ നീ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. ആഗ്രഹത്തോടെ ഹൃദയത്തില് മൗനമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്പർശനം അനുഭവിച്ചറിയുന്നു. നട്ടെല്ലിന് വേദനയുള്ള 5 പേരെ കർത്താവ് ഈ നിമിഷങ്ങളില് സുഖപ്പെടുത്തുകയാണ്. നട്ടെല്ലിന് വേദനയുള്ള 5 പേരെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് നോക്കുക. വേദനയുള്ളവര്, നട്ടെല്ലിന് വേദനയുണ്ടായിരുന്നവര് അവരുടെ ശരീരത്തിൽ നോക്കുക. അവരൊന്ന് വളഞ്ഞോ കുനിഞ്ഞോ ഇരുന്നോ നോക്കുക. അവരുടെ നട്ടെല്ലിന്റെ വേദന ഇപ്പോൾ പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുണ്ട് കർത്താവ്. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹം തരുമ്പോൾ മുഖം മാറരുത്, മുഖം മറയ്ക്കരുത്, അനിഷ്ടം കാണിക്കരുത്. അവൻ ദൈവമാകിയാൽ അവൻ തന്ന അനുഗ്രഹം നിന്റെ ജീവിതത്തില് അത്ഭുതമായി ഇന്ന് ഇപ്പോൾ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. തലവേദനയുണ്ടായിരുന്ന 8 പേർക്ക് കർത്താവ് അവരുടെ തലവേദന എടുത്തു മാറ്റി അവർക്ക് സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വയറ് സംബന്ധമായ പ്രശ്നം കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് വരണമോ എന്ന് ചിന്തിച്ചിരുന്ന 3 പേരെ കർത്താവ് അവരുടെ വയറിന്റെ അസുഖം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പല്ലുവേദന കൊണ്ട് വളരെയധികം ക്ലേശിക്കുന്ന 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശാരീരികമായി ഒത്തിരി ന്യൂനതയുള്ള 3 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാം. ദൈവമേ, നിന്റെ കാരുണ്യത്തെ പ്രതി, നിന്റെ കൃപയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ അവിടുന്ന് വാരി വിതറുന്നതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നിന്റെ അനുഗ്രഹം ഈ ശുശ്രൂഷയിൽ എല്ലാ നാളും പങ്കെടുക്കുന്ന സർവരുടെ മേലും നീ അയക്കണമേ. ഈ ശുശ്രൂഷയിൽ ഏത് രാജ്യത്തു നിന്നും പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ കൃപാവരം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളില്, അവരുടെ ജോലി സ്ഥലങ്ങളില്, അവരുടെ മക്കളില്, അവരുടെ അയൽവാസികളില് നിന്റെ അനന്തമായ കൃപ എപ്പോഴും ചൊരിയണമേ. വിവാഹബന്ധം വേർവിരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ ജീവിത പുനഃസംഗമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ 2 പേര്. അവരുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് അവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നു. മക്കളില്ലാത്ത പ്രയാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവ് അവർക്ക് ഉദരഫലം അനുഗ്രഹമായി നൽകുന്നു. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ചൊരിയുന്നു. ജോലി കിട്ടാതെ ദൂരത്തിരുന്ന് വേദനിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന 2 വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രായാധിക്യത്താല് ശരീരം ക്ഷീണിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് വേദനിച്ചിരിക്കുന്ന 2 പേരെ കർത്താവ് ഈ ശുശ്രൂഷയിൽ നിന്ന് അനുഗ്രഹിച്ച് അവരുടെ ശരീരത്തിന് ആരോഗ്യം നൽകി അവരെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ നിന്നും വലിയ ദുശീലങ്ങൾ വിട്ടുപോകുന്നു. ദേവാലയത്തിൽ പോകാൻ മടിയുള്ള, ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പല വിചാരം വന്ന് പ്രയാസപ്പെടുന്ന 3 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അവർക്ക് തീഷ്ണതയോട് ദിവ്യബലി പങ്കെടുക്കാനുള്ള കൃപ കൊടുക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ പലതരത്തിലുള്ള വെറുപ്പും വൈരാഗ്യവും പ്രയാസവും ഉണ്ടായിരുന്ന മക്കൾക്ക് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് സന്തോഷത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ മേല് കർത്താവ് അത്ഭുതമായി ഇടപെടുന്നു. അവർ സ്ഥലം വിറ്റ് കിട്ടുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറയുന്നു. ഹല്ലേലൂയ. കരമുയർത്തി അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ഇവിടെ പറയുന്നതിനേക്കാൾ അധികമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേല് ശക്തമായി ഇറങ്ങി വരുന്നു. വിവാഹ തടസ്സം ഉണ്ടായിരുന്ന 2 പേർക്ക് വിവാഹ തടസ്സം മാറ്റി അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ട് ദൈവം നിറയ്ക്കുന്നു. ബിസിനസ് തുടങ്ങാൻ 2 പേരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭീകരാക്രമണത്തെ പേടിച്ച് വിദേശ രാജ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അവരുടെ ഭയം എടുത്തു മാറ്റുന്നു. എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളും പൈശാചിക ശക്തിയുടെ ആക്രമണങ്ങളും ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാവിന്റെ ബന്ധനത്തിലകപ്പെട്ട് ശരീരം ശോഷിച്ചു പോയ, മനസ്സ് ശോഷിച്ചു പോയ, സ്നേഹം പറ്റിപ്പോയ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. അവനെപ്പോഴും പ്രവർത്തന നിരതനാണ്. നമ്മൾ പ്രാർത്ഥന നിർത്തുമ്പോഴും നമ്മൾ സ്തുതി നിർത്തുമ്പോഴും അവന്റെ ശക്തി നമ്മുടെ മേൽ ആവർത്തിക്കും. ഒന്ന് ഇളകിയാടി നട്ടലിന്റെ വേദന പോയവരൊക്കെ ഒന്ന് ചാടി തുളിച്ച്, ശാരീരികമായ പ്രയാസങ്ങൾ വിട്ടുമാറിയവരൊന്ന് ഇളകി, വയറ് പ്രശ്നം മാറിയവരൊക്കെ ഒരു സന്തോഷത്തോടെ ഒന്ന് കരമുയർത്തി അടുത്ത് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി ചിരിച്ച് ഒരു ഷെയ്ക്കാൻ കൊടുത്ത് നമുക്ക് പാടാം. തിരുസന്നിധിയിലുണ്ട്
മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. അവിടുത്തെ വിശുദ്ധ മന്ദിരം നമ്മുടെ ഹൃദയം. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ബലപ്പെടുക. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. താടിത്തുള്ളി കുതിച്ചു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരം ഉയർത്തിയടിച്ച് കരം വീശിക്കൊണ്ട് അവൻ നൽകിയ സന്തോഷത്തിന്, അനുഗ്രഹത്തിന്, നന്മകൾക്ക് സ്തുതിച്ചു പാടി അവനെ മഹത്വപ്പെടുത്താം. അവൻ ബലവനാണ്, അവൻ കൃപ നൽകുന്നവനാണ്. ജനരാശികളെ കരഘോഷത്താൽ ആർത്തു വിളിച്ചിടുവിൻ. കരഘോഷത്താൽ ജനരാശികളെ കരഘോഷത്താൽ ആർത്തു വിളിച്ചിടുവിൻ. ഹല്ലേലൂയ. മഹത്വവും ശക്തിയുമെന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. അതെ, എപ്പോഴും മഹത്വവും ശക്തിയും. മഹത്വവും ശക്തിയുമെന്നും യഹോവയെ ഉദ്ഘോഷിച്ചിടുവിൻ. ഹല്ലേലൂയ. ഇടിനാദം പോലെ മലവെള്ളം പോലെ, ഇടിനാദം പോലെ മലവെള്ളം പോലെ, പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. എങ്ങനെയൊക്കെയാണ്? പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലാണ്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ആർത്തുപാടി സന്തോഷത്തോടെ അടുത്ത് നിൽക്കുന്ന ആളെ കൈക്കാണ്ട് കൊടുത്ത് ആദരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ സ്തുതിഗീതമുയർത്തിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ സ്തുതിഗീതമുയർത്തിടുവിൻ. കർത്താവിൻ തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. അങ്ങനെ ഹല്ലേലൂയ. കർത്താവിൻ തിരുസന്നിധിയിങ്കൽ ആരവമായിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ സ്തുതിഗീതമുയർത്തിടുവിൻ. ആയിരം ആയിരം നാവുകളാൽ സ്തുതിഗീതമുയർത്തിടുവിൻ. ഇടിനാദം പോലെ മലവെള്ളം പോലെ, ഇടിനാദം പോലെ മലവെള്ളം പോലെ, പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. എങ്ങനെയൊക്കെയാണ്? പെരുമഴ പോലെ തിരയടി പോലെ സ്തുതികളുയർത്തിടുവിൻ. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. മഹത്വവും തേജസ്സും എന്നും അവിടുത്തെ തിരുസന്നിധിയിലുണ്ട്. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലല്ലോ ബലവും സൗന്ദര്യവും. ബലവും സൗന്ദര്യവും, ബലവും സൗന്ദര്യവും, ബലവും സൗന്ദര്യവും. പ്രൈസ് ദി ലോർഡ്.